വെൽക്കം ബാക്ക് ടു ഓൺ റോഡ്. ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മെഴ്സിഡസ് ബെൻസിന്റെ ഇ ക്ലാസ് 2010 മോഡലാണ്. ഈ ഒരു വെഹിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് 2016 E63 AMGയിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഫുൾ ബോഡി പെയിൻറ്റിങ് വരുന്നുണ്ട്, ഇൻറ്റീരിയറിൽ നമ്മുടെ സീറ്റ് വർക്ക് വരുന്നുണ്ട്, അലോയ് വീൽസ് പെയിൻറ്റിങ് വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഫ്രഷ് ലുക്കായിട്ടായിരിക്കും ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു ഹുഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, 2 ഫെൻഡേഴ്സ് മാറുന്നുണ്ട്. നമ്മുടെ 2015-16 ഈ ക്ലാസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സിംഗിൾ പീസായിട്ടാണ് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഹെഡ്ലാമ്പ് ചേഞ്ച് ആവുന്നുണ്ട്. AMGയുടെ അപ്പർ ആൻഡ് ലോവർ ഗ്രില്ലുകൾ, ബമ്പർ ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ ലുക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടൈൽ ലാമ്പ് യൂണിറ്റ് മാറുന്നുണ്ട്, റിയർ ബമ്പർ മാറുന്നുണ്ട്, ഡിഫ്യൂസർ മാറുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അലോയ് വീൽസ് നമ്മൾ ഗൺ മെറ്റൽ ഗ്രേയിലേക്കാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻറ്റീരിയറിലൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ സീറ്റൊക്കെ ലെതേഴ്സൊക്കെ ഈ ഒരു കാലപ്പഴക്കത്തിൻ്റെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെയിം കളറോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളോ വരുത്തിയിട്ട് നമ്മുടെ സീറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഫ്രഷ് ലുക്ക്, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർക്ക് ഒരു ഫ്രഷ് ലുക്കിലേക്ക് 2016 മോഡൽ E63ലേക്ക് നമുക്ക് ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് നമ്മുടെ ബിഹൈൻഡ് സീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് E63 AMGയിലേക്ക് 2015-16 വന്ന ആ ഒരു മോഡലിലേക്ക് ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഹുഡ് മാറിയിട്ടുണ്ട്, ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് കോഴ്സ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ AMGൻ്റെ ഗ്രില്ല് വന്നിട്ടുണ്ട്, AMG ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ എൻറ്റയർ ആയിട്ട് ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടിയും വൈറ്റ് ഷെയ്ഡ് കൂടിയിട്ടുള്ള ബെൻസ് എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ വരുന്ന ഒരു വൈറ്റിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അലോയ് വീൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ് നമ്മൾ സെയിം അലോയ് വീൽ തന്നെ ഗൺമെറ്റൽ ഗ്രേയിലേക്ക് കൊടുത്താണ്, ഒരു മാറ്റ് ഫിനിഷാണ് ഈ ഒരു അലോയ് വീൽസിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിപ്പർ നമ്മൾ റെഡ് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് AMGയുടെ ആ ഒരു രീതിയിൽ വരുന്ന സ്കേർട്ടിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ബമ്പർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് മാറിയിട്ടുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് സ്ട്രിപ്പ് പോലെ AMGൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ എക്സ്റ്റീരിയറിലുള്ളത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ഹൈഡ്രോ ഡിപ്പിംഗ്, വുഡൻ പാനൽ ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ സീറ്റ് നമുക്ക് ലെതർ സീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ പ്രിഫർ ചെയ്തിട്ടുള്ള ഒരു കളർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സീറ്റ് വർക്കും കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ E350 ആണ്, V6 എഞ്ചിനാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഔട്ട്ലുക്കിൻ്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വെഹിക്കിളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായി കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.